അതിമഹത്തായ വലിയ ഒരു ആലോചനക്ക് ചിന്തനക്ക് തയ്യാറാവുകയാണിക്കത്ത ഒരു സാഹചര്യമായിട്ട് കാസർഗോഡ് മധൂർ പഞ്ചായത്ത് പയച്ചൂരി ചൊല്ലകണിക്കത്തറായത് ജാവ് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉസ്താദ് റിയാദ് മുസ്ലിയാർ ഏകദേശം 10 വർഷത്തോളം സൊറാക്കൊണ്ട് ഹിദമത്തെടുത്തോണ്ട് പള്ളിയുടെ മുക്രി സ്വറവും അതുപോലെ മദ്രസ സ്വറവും എടുത്തുകൊണ്ടുള്ള ഗണിക്കത്തെ ഒരു ഉസ്താദ്. ആ ഉസ്താദിനെ അതിക്രൂരമായി നിഷ്ഠൂരമായിട്ട് ഭയാനകമായ രീതിയിൽ മൃഗീയമായ രീതിയിൽ കഴുത്ത് അറുത്തിട്ട് കൊലപ്പെടുത്തിയതായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ 21 താരീഖ് പാതിരി ജാവുക നടന്നു. ഈ സന്ദർഭത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഈ സമുദായത്തെ മുന്നുള്ള വെച്ചിട്ടായിട്ട് റിയാദ് മുസ്ലിയാർ ഞങ്ങളിട്ടു വിദായ ചൊന്നറി ഞങ്ങളെ വിട്ടുപോയി. എന്റെ മുസ്ലിം ഉമ്മത്ത് ഭാര്യ ആച്ചനാക്കുണയെ കണിക്കത്തൊരു വിഷയമായിട്ട് പാതിര ചാവലും കിടന്നു ഉറങ്ങിയിട്ടുള്ള ഒരാളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തണമെങ്കിൽ ഞങ്ങളെ ഉമ്മപ്പങ്ങന്മാരും ഇന്റെ ഞങ്ങൾ ജാവൂരി കിടന്നു ഉറങ്ങിക്കൊണ്ടുള്ള ആര് ധൈര്യത്തിൽ ഞങ്ങളെ ജാവൂർ ഉറക്കത്തിൽ ഞങ്ങളെ സംരക്ഷണാക്കുന്നത് കാക്കി ധരിച്ചങ്ങമ, അതല്ലെങ്കിൽ അട്ടി പിടിച്ചങ്ങമ, അതല്ലെങ്കിൽ ഗണ്ണ് പിടിച്ചങ്ങമ, അതല്ലെങ്കിൽ ഗസ്തു തിര കണിക്കത്തെ ആൾമാറാ ഞങ്ങളെ സംരക്ഷണാക്കുവാറുണ്ട് ചൊല്ല കണിക്കത്തെ ധൈര്യമുണ്ട, അതല്ലെങ്കിൽ ഞങ്ങൾ ആഡളിത വർഗം ഞങ്ങളെ സംരക്ഷണാക്കും ചൊല്ല ഉറപ്പുണ്ട. കാരണം എന്തേ ചൊന്നെങ്കിൽ ആ മയ്യത്തിന് ആ റായത്തിൽ 10 വർഷം സ്വറാക്യ കണിക്കത്തെ ഒരാളെ മയ്യത്തിന് പോലും ആ ജമാഅത്ത് കൊണ്ടുവരകൂടാണ്ട് കൂടുതൽ അധികാരി വർഗവും ന്യായപാലന വർഗവും അതിക്ക് അവകാശം കൊടുക്കാണ്ട് ഒരു മയ്യത്ത് പോലും കാട്ടിക്കാട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുള്ള താക്കത്ത് കേരള ചൊല്ലെ അതിലും കാസർഗോഡ് ചൊല്ലെ കണിക്കത്തെ അഭിമാനമുള്ള മുസ്ലിമീങ്ങൾക്കു രക്തബലമുള്ള സ്വത്തുബലമുള്ള താക്കത്തുള്ള കാസർഗോഡിൽ സാധിച്ചില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തെ ആൽച്ചനാക്കേണ്ടി വരും, ഭാര്യ ആൽച്ചനാക്കൊണ്ടുണ്ട്. ഇത് ഒരു കൊലയല്ല, ഇതൊരു ആകസ്മികമായിട്ട് നടക്കുന്ന ഗണികത്തെ കൊലയല്ല, ആസൂത്രിതമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ വേട്ടയാടുകയുമായിട്ട് കാത്തു നിൽക്കുന്ന ഗണികത്തെ വിഷം നെഞ്ഞില് നിറച്ചു വെച്ചിട്ട് നടക്കുന്ന ഗണിക്കത്തെ മൃഗ ജാതി പൈശാചിക, അതായത് പിശാച്ച് വർഗ ഞങ്ങളെ ഇടലെ ഉണ്ടു ചൊല്ലതായിട്ട് ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളത്. ഞങ്ങളെ ചുറ്റുമുത്തിലുള്ള ആൾമാരെല്ലവും നല്ല കണ്ട് പേർച്ചുള്ള ഗണികത്തെ കാല കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതിനെ ಬಗ್ಗೆ ചിന്തനാക്കണ ഗണികത്തെ മനസ്സിന് ಹೋಗಿಲ್ಲ. എന്ത് വിരോധത്തിന് മേന്മായിട്ട് ആ ഉസ്താദിനെ കൊലപ്പെടുത്തുന്നു, ആചനാക്കണ ചിന്തിക്കുന്ന വിഷയമാണ്. അയാൾ ബിസിനസ്മാനാണ്, എന്തെങ്കിലും ബിസിനസ് പൈപ്പോട്ടി അയാൾക്കുണ്ട, അതല്ലെങ്കിൽ ഹവാലത്തിൽ അയാളുണ്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാങ്കുമാരിലുണ്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലൈനില് ആരട്ടും അയാൾ പകകെട്ടിട പള്ളി കാട്ടടിച്ചിട്ട് ഹൗദ് തന്നി നിറച്ചിട്ട് മർത്തൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കണിക്കത്തെ ഒരു പാവം ആരെങ്കിലും മൗലത് കിട്ടിയെങ്കിൽ, ഒരു 100 രൂപ കിട്ടിയെങ്കിൽ തന്റെ കിടാവ് നാം 4 മിഠായി കൊണ്ടുപോകേണ്ട ചൊന്നിട്ടു ആശിക്കടെ കണിക്കത്തെ മൊയ്താക്കന്മാർ ചെറിയ ഒരു സമ്പത്തിൽ ജീവിക്കണ കണിക്കത്തെ ഉസ്താദന്മാർ. ഈ ഉസ്താദന്മാരെ മേലകെ ഇത്രയും പകപിടിച്ചിട്ട് ഒരു വിഭാഗം ആൾമാര് തയ്യാറായിടേണ്ട കണ്ടെങ്കിൽ ഇത് സാമാന്യ വിഷയമല്ല, ഇത് അൽച്ചനാക്കണ കണിക്കത്തെ വിഷയമായിട്ട് ഒരു കാരണമില്ലാണ്ട് ഒരാളെ കൊന്നെങ്കിൽ അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആൻ ഒരാളെ കൊന്നെങ്കിൽ ലോകത്തെ കൊന്ന പോലെ നിഷ്ഠുരമായി അമായക്ക
ഒരാളെ കൊല്ലുടെ എന്ന് കണ്ടെങ്കിൽ ഈ ലോകത്തെ കൊന്ന പോലെ ആയിട്ടിക്കട്, ഇടീ ലോകത്തെ കൊന്ന് വലിയ പാപമായിട്ടിക്കട്. അത് ഇവിടെ നമുക്ക് എന്താക്കോ സാധ്യ? ലോകത്തിൽ നടക്കുന്ന വഞ്ചനയുടെ ഭാഗമായിട്ടിക്കട്. ഇത് മുസ്ലിം വിരോധ വന്ന് വേറെ എന്തോ ഇല്ല. ഇവിടെ ലോകത്ത് മാർക്കറ്റുള്ളത് ഒന്നേ ഒന്ന്, അത് മുസ്ലിം വിരോധ. മനസ്സിലാക്കിയുള്ളവരെല്ലാരും ഏതൊക്കെ മാർക്കറ്റില്ല, മാർക്കറ്റുള്ളത് ഒരേ ഒരു വിഷയ മുസ്ലിം വിരോധ മാത്രമായിട്ടിരിക്കുന്നത്. അത് അമേരിക്കത്തെ ട്രംപ് മുതൽ യുപിയുടെ യോഗി തോലും പണ്ടെങ്കിലും ഹിസ്റ്ററി കണക്കൂട്ടണമെങ്കിലും ഒരേപോലെ മുസ്ലിം വിരോധ ഇതിന്റെ തർക്കത്തിലെ ഉണ്ട്. അൽച്ചനക്കറോ കുവൈത്തും ഇറാഖും അഫ്ഗാനും സിറിയയും മ്യാൻമാറും ബർമയും പാലസ്തീനും ഇനി മുന്നോട്ട് നടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഗുജറാത്തും ഗോത്രയും അതുപോലെ യുപിയും ഇനി മുന്നോട്ട് വേണ്ട കർണാടകയും കേരളവും എല്ലാം അതിന് പരകത്തിലായിട്ടിരിക്കും. ഓൺലി വൺ, ഒരേ മാർക്കറ്റുള്ളത് മുസ്ലിം വിരോധ മാത്രമായിട്ടിരിക്കും. നിങ്ങൾ ആലോചനാക്കണോ, ചിന്തനാക്കണോ? മുസ്ലിം വിരോധ ഇന്നെങ്കിൽ ആയുധങ്ങൾ നല്ല മാർക്കറ്റുണ്ട്. മുസ്ലിം വിരോധ ഇന്നെങ്കിൽ മുസ്ലിമീങ്ങളെ അടിച്ചമർത്തുകാവിടൂ. മുസ്ലിം വിരോധ ഇന്നെങ്കിൽ അധികാരപ്പെട്ടിക്കാവിടൂ. മുസ്ലിം വിരോധ ഇന്നെങ്കിൽ മുസ്ലിമീങ്ങളെ മതീയ സംഘർഷത്തിൽ ഇട്ട് കലകിയിട്ട് മൂലകുമ്പാക്കാവിടൂ. ഒരേ ഒരു അസ്ത്ര മുസ്ലിം വിരോധ മാത്രമായിട്ടിക്കടേ. നിങ്ങൾ ആലോചനാക്കില്ല, നിങ്ങൾ ചിന്തനാക്കില്ല. ലോക ചരിത്രത്തില് ലോകത്തിൽ ചതിക്ക് അടിമപ്പെട്ട കണിക്കത്തൊരു വിഭാഗമുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങ മാത്രമായിട്ടിക്കടേ. അതേപോലെ ലോക ചരിത്രത്തില് ആർക്കും ചതിക്കാത്ത ഒരു വർഗം ഉണ്ടെങ്കിലും അത് മുസ്ലിമീങ്ങ മാത്രമായിട്ടിക്കടേ. ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നില്ലേ, യാ റസൂലല്ലാഹ് ഒരു പത്താലെ കടത്തോളോ ഖുർആൻ പഠിപ്പാട്ടോ. പത്താലെ കടത്തോറോട്ട് ചെന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ദാരുണമായിട്ട് 7 കൊലപ്പെടുത്തിയിട്ട് 3 ബന്ധിസ്ഥരാക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയില്ലേ. അതിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇല്ലേ, അതിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇല്ലേ, അതിൽ ആസിബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇല്ലേ. ലോക ചരിത്ര റസൂലുള്ളാഹിയുടെ ഇസ്ലാമിക ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചതിയായിട്ടിക്കട്, ചതിക്കപ്പെട്ട ഒരു വർഗമായിട്ടിക്കട് മുസ്ലിം. 10 അങ്ങ് കൊലപ്പെടുത്തിയില്ലേ, വധിച്ചില്ലേ, ചതിച്ചിട്ടല്ലേ. ഖുർആൻ പഠിപ്പട്ടോണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് മുസ്ലിമീങ്ങളെ കൊന്നതായ ചതി ലോകത്തിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കട്ടെ. അതിലെ ഒരു ഭാഗമായിട്ടിക്കട് റിയാസ് മുസ്ലിയാരെ കൊലപാതകം നിങ്ങൾ മനസ്സിലാക്കണോ? അതിൽ പിന്നെ നജിദിനെ വന്നില്ലേ റസൂലുള്ളാഹിയുടെ മുട്ട. യാ റസൂലല്ലാഹ് ഞങ്ങളുടെ രായത്തിൽ കുറെ ഇസ്ലാമിക വന്നു തയ്യാറായോണ്ടുള്ളത്, അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഒരാളെ കടത്തോറോ 7 ആളെ കടത്തില്ലേ. ഖുറായിങ്ങളാ 7 ആളെ കടത്തില്ലേ. കടത്തിയപ്പോ എന്താക്കിയത്? തെറിൽ വെച്ചിട്ട് അങ്ങനെയും കൊലപ്പെടുത്തിയില്ലേ ദാരുണമായിട്ട്. അങ്ങനെ തുടർന്ന് ചതിരെ ഒരുപാട് ചരിത്രങ്ങൾ ഞങ്ങളെ മുന്നില്ലേ. ഇതുവരെ 1091 ടെങ്കാട് ചൊട്ടകണിക്കത്തെ ഒരു ശത്രു, അയാള് കമാൻഡർ, സേനാ കമാൻഡർ ജെറൂസലേമിൽ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് ഈ യുദ്ധം നടന്നുകൊണ്ടുണ്ട്. പാലസ്തീനിൽ വെച്ചിട്ട് ജെറൂസലേമിൽ വെച്ചിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ സലാഹുദ്ദീൻ അയ്യൂബി വിമോചിച്ച കണികത്തെ ആ ബൈത്തുൽ മുഖദ്ദസിനെ മുന്നിലത്തെ ഒരു ഹിസ്റ്ററിയായിട്ടിക്കട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിജയം നേടിയ കണികത്തെ ഫലസ്തീൻ ജെറൂസലേം. ആ ജെറൂസലേമിനെ പിടിച്ചെടുക്കുവാനായിട്ട് ക്രിസ്തശക 1091 യുദ്ധം നടത്തി. എന്നിട്ടുള്ള ആക്കളുകട്ടിലെ ആൾമാരുള്ളത് മുസ്ലിം സൈന്യമുണ്ട്. അവസാനം സന്താനം ചെന്നിട്ടോ മുസ്ലിമീങ്ങളിട്ടു ടെങ്കാർഡ് കമാൻഡർ ടെങ്കാർഡ് ചെന്ന വിഷയ നിങ്ങളല്ല ഒരു കൊടിയുടെ കീഴിൽ നിൽക്കൊരു നിങ്ങൾക്ക് സംരക്ഷണം നിങ്ങൾ തണ്ട. ലാക്കുകട്ടിലെ ആൾമാർ ആണിങ്ങ പെണ്ണുങ്ങ എല്ലാരും ഒരുമിച്ച് കൂടിയപ്പോ അങ്ങാക്കെ ചതി കൊണ്ടുണ്ട എല്ലാ 70,000 പണ്ട് മുസ്ലിമീങ്ങളെ ചതിച്ചതാ. 70,000 പണ്ട് മുസ്ലിമീങ്ങളെ ചതിച്ചത്. എങ്ങനെ ചതിച്ചത്? അങ്ങനെ എല്ലാ ഓരോരുത്തരെ മേൽക്ക് ചെണ്ടാല് ബലിച്ചെറിഞ്ഞിട്ട് അടിക്ക് ബാല് കാട്ടിട്ട് കൊലപ്പെടുത്തിയറി. പള്ളിയുടെ മിനാറത്തില് അങ്ങ് കൊണ്ടുപോയിട്ട് ബലിച്ചെറിഞ്ഞറി. ചെറിയ മക്കളെ ജെറൂസലേമിന്റെ പാലസ്തീൻ പള്ളിയുടെ മതിൽ കടിച്ചിട്ട് കൊന്നറി.
70,000-ലേറെ മുസ്ലിമീങ്ങളെ ദാരുണമായിട്ട്, ഭീകരമായിട്ട്, ഭയാനകമായിട്ട് കൊലപ്പെടുത്തിയ ചരിത്രമായിട്ട് ഇങ്ങനെ ലോക ചരിത്രത്തിലുള്ളത്. അങ്ങനെ എല്ലാവും പരിശോധിക്കപ്പെട്ടെങ്കിൽ, ഇനി ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയെങ്കിൽ മുസ്ലിമീങ്ങളെ തകർക്കുകയുമായിട്ട്, മുസ്ലിമീങ്ങളെ വീക്കാക്കുകയുമായിട്ട്, മുസ്ലിമീങ്ങളെ എല്ലാ നിലക്കും മൂലകുപ്പാക്കുകയുമായിട്ട് ഈ രാഷ്ട്രത്തിനെ ജണ്ടാക്കില്ലേ. ഒരു വേള ഈ ഇന്ത്യാച്ചുളുടെ മഹാദേശ ഒന്നായിട്ടെന്നെങ്കിൽ മുസ്ലിമീങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ടി വരുന്നിട്ടില്ല. കാരണം ശക്തിವಂತರಾയിട്ട് എന്നറിയും. 40% 40% മുസ്ലിമീങ്ങൾ ಅವ್ರಿಗೆ ಚಾನ್ಸಸ್ ಇತ್ತು. പക്ഷെ അത്രയും കൂടി ആസൂത്രിതമായിട്ട് കുതന്ത്രത്തിൽ ജണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വഞ്ചനാക്കി കണിക്കത്തെ ചെതിരി പാഠമായിട്ട് കിട്ടുന്ന കണ്ടത്. അതിൽ പിന്നായെങ്കിലും കുഞ്ഞാലി മലക്കാർ ഷഹീദ്, ಅದಕ್ಕೆ മുന്നലും മുസ്ലിമീങ്ങ ബ്രിട്ടീഷർക്ക് വിരുദ്ധം, ഫ്രഞ്ചുകാർക്ക് വിരുദ്ധം, ഡച്ചർക്ക് വിരുദ്ധം പോരാടിയ സമയത്തിലും ഈ റായത്തെ സാമൂതിരിമാര് ഒറ്റിക്കൊടുത്ത വഞ്ചനയുടെ കഥയായിട്ടിക്കട് മുസ്ലിമീങ്ങൾക്ക് ചൊല്ലുള്ളത്. ലോക ചരിത്രത്തിൽ എവിടെ നോക്കിയെങ്കിലും മുസ്ലിമീങ്ങളെ ചതിച്ചതായിട്ടിക്കട്. അതും അവസാനമായിട്ട് സിറാജുദ്ദൗല, ആ സിറാജുദ്ദൗലയുടെയും വഞ്ചനയിലൂടെ ചതിച്ചതായിട്ടിക്കട്. അത് കാരണമായിട്ടിക്കട് ബ്രിട്ടീഷർ ഈ റായത്തിന് പണ്ടത്. അതേപോലെ 1857 ബഹാദൂർ ഷാ, ആ ബഹാദൂർ ഷായുടെയും ചതിച്ചിട്ട് കൊലപ്പെടുത്തിയതായിട്ടിക്കട്. അങ്ങനെ ഹിസ്റ്ററി നോക്കിയെങ്കിൽ എല്ലാം ചതിപ്രയോഗം മാത്രമായിട്ടിക്കട്. അതുപോലെ ടിപ്പു സുൽത്താന്റെയും ചതിച്ച ഹിസ്റ്ററി ആയിട്ടിക്കട്. അങ്ങനെ തുടർന്നിട്ട് ബാബരി പള്ളി വരെയും ഇന്ത്യൻ നിയമപാലകന്മാർ, ഭരണകൂടം, അതല്ലെങ്കിൽ ആഡളിത വ്യവസ്ഥ, അതല്ലെങ്കിൽ കോർട്ടു ഞങ്ങളൊട്ട് ചൊന്നെന്തിനെ ഞങ്ങൾ സംരക്ഷണ ആക്കടാ, പള്ളിന് ഞങ്ങൾ സംരക്ഷണ ആക്കടാ. പക്ഷേ സംരക്ഷണ ആക്കുവാൻ സാധ്യത. അങ്ങനെ നിരന്തരമായിട്ട് ശതമാനത്തില് മുസ്ലിമീങ്ങളെ വേട്ടയാടുക വേണമായിട്ട്, മുസ്ലിമീങ്ങളെ ചതിക്കുക വേണമായിട്ട് ഒരുപാട് കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടുള്ള കണികത്തെ ഒരു വ്യവസ്ഥയല്ലേ. അതുകൊണ്ട് ഇന്ത്യക്കും നടന്നുകൊണ്ടുള്ളത് സ്വാമി ചൊല്ലകണികത്തെ ഒരാൾ ചൊല്ലെന്തിരെ ഒപ്പിയലറു ഞങ്ങളെ മന്ദിരത്തിൽ വേണമായിട്ട് നിങ്ങൾ ഒപ്പില്ലാണ്ട് കണ്ടെങ്കിൽ 10 പോലും നിങ്ങൾ കാനൂനെ ചേഞ്ച് ആക്കടാ. തന്റെ ഉണ്ടാകുന്നു. കാവി വസ്ത്രധാരി ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട്, ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അതിശയതയില്ല. അതില് ഇന്ത്യത്തില് പാർലമെന്റിൽ തുണിയില്ലാത്ത തുണി ഉടുക്കാത്ത ആള് പോലും പ്രഭാഷണാക്ക, ക്ലാസ് കൊടുക്ക. അധികാരപീഠത്തിൽ തുണിയില്ലാണ്ട് വേണമെങ്കിൽ പോയിട്ട് വെക്കാം. അത് വലിയ ഡെമോക്രസി ആയിട്ട് ഇന്ത്യ അതല്ല ഉള്ളേ. പക്ഷേ ഈ ഇന്ത്യത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ചൊന്നിട്ടുണ്ടല്ലേ, വിവിധത്തിൽ ഏകത്തെ ചൊല്ലതുണ്ടല്ലേ, എല്ലാ മുസൽമാന്റെതും എല്ലാ ജാതിക്കാരൻ്റെതും ഈ ഇന്ത്യ ചൊല്ലതുണ്ടല്ലേ. അത് തകർന്നു വേണമായിട്ട്, അത് ഇല്ലാണ്ടാക്കോ വേണമായിട്ട് ഒരു വിഭാഗം ആൾമാര് പ്രയത്നാക്കൊണ്ടുള്ളത് അതിലെ ഭാഗമല്ലേ. യുപിയിൽ ഭരിക്കണകണികത്തെ ആ ഭരണത്തില് ഒരേ ഒരു മെമ്പർ പോലും മുസ്ലിം ഇല്ലേ. പേര് നാം കാ വാസ്തേ ഇല്ലേ. സബ്കാ സാത്ത് സബ്കാ വികാസ് ആയിട്ടിക്കോ, പക്ഷേ മുസൽമാനോക്കോ വിനാശ് ആയിട്ടിക്കട് ഈ തന്ത്ര. ഇത് നിങ്ങൾ മനസ്സിലാക്കോ സാധ്യാവണോ? നിങ്ങൾ സാധ്യാവില്ലേ. നിങ്ങൾ പരസ്പര 5% മുസ്ലിം സമുദായത്തെ ಬಗ್ಗೆ ആലോചന ആക്കില്ലേ. 5% നിങ്ങൾ പള്ളി പന്യം കുറിച്ചത്തില്ലേ. നിങ്ങൾ DJ ഡാൻസ്, അതേപോലെ മങ്ങില ആഡംബര ഭയങ്കര ഇതിലെ നിങ്ങൾ കഴിഞ്ഞു പോയാ നിങ്ങൾ ഡ്രസ് ഇട്ടതും, നിങ്ങൾ കൊടുത്തും, നിങ്ങൾ തിന്നിടുതും, നിങ്ങൾ വെക്കെടുത്തും നിങ്ങൾ പോണ്ടത്. ഇത് നാലല്ലാണ്ട് വേറെ ചിന്തന നിങ്ങൾക്കില്ല. ഇങ്ങനെ തുടർന്നെങ്കിൽ ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ പെങ്ങന്മാർ, ഞങ്ങളെ അവത്തുള്ളൂ റാത്തിൽ പേടിയില്ലാണ്ട് ഉറങ്ങുക സാധ്യമാകൊണ്ട് വരികണ്ട. ഇനി മുന്നുള്ള കാലം ഞങ്ങളെ പെങ്ങന്മാർ റാഹത്തില് ചന്തത്തില് ഞങ്ങളെ അവത്തുള്ളൂ ഉറങ്ങിക്കിടക്കുവരെ ചെന്നിട്ട് നിങ്ങൾ വേടിക്കുകയില്ലേ. നിങ്ങൾ ആശ്ചര്യക്കണം. ചതിക്കപ്പെട്ട ഒരു വിഭാഗം ഞങ്ങളെ മുന്നുള്ളൂ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോത്തുകോ ഞങ്ങൾ ചിന്തനാക്കടെ കണിക്കത്തെ കാല. പക്ഷേ ആ റിയാദ് ഉസ്താദിക്ക് വലിയ ഭാഗ്യമല്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മയാക്കിയില്ലേ, ഉഹുദിൽ വെച്ചിട്ട് എൽവാൽ ഷഹീദായപ്പോ അള്ളാഹുവിന്റെ റസൂൽ ചൊന്ന കണിക്കത്തെ ഹദീസാ, ലമ്മാ ഉസീബ അഖ്വാലുക്കും ബിഉഹുദിൻ, ഉഹുദിൽ വെച്ചിട്ട് എൽവോ നിങ്ങളെ ചങ്ങായി മാറി ഷഹീദായപ്പോ ജഅലല്ലാഹു അർവാഹും
ഫി അജ്വാഫി തൈരിൻ. ഓ എന്നെ സ്വഹാബത്തേ, ആ എൽവോ സ്വഹാബിമാർ ഷഹീദായിരല്ലേ, നിങ്ങ പേടിക്കണ്ട. അങ്ങനെ റൂഹുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലുള്ള പക്ഷിയുടെ ബേക്കലാക്കി വെച്ചിറാ. തരിദു അൻഹാറുൽ ജന്ന, സ്വർഗ്ഗത്തിലായിട്ടുള്ള ആ നദി ഒഴുകി വന്നിട്ട് ആ പൊലൽ വന്നിട്ട് അത് കുളിച്ചോണ്ടുണ്ട്, കുടിച്ചോണ്ടുണ്ട്. വതഅകുലു മിൻ തിമാരിഹാ, ആ സ്വർഗത്തെ പല വൃക്ഷങ്ങളെ, പല വൃക്ഷത്തിലുള്ള ഫലങ്ങളെ ആ പക്ഷികൾ തിന്നോണ്ടുണ്ട്. ആ സ്വർഗത്തിൽ തൂക്കി വെച്ചിട്ടുള്ള കിണ്ടി ഉണ്ട്. ആ ബംഗാളിൽ കിണ്ടിൽ പോയിട്ട് പാറി പറങ്ങിട് ആ സ്വർഗത്തിലുള്ള അള്ളാഹുടെ അർശിയുടെ തണലായിട്ടിക്കട്. യുദ്ധത്തില് ഷഹീദായിട്ടുള്ള എൽവോ ചില്ലാനം സ്വഹാബത്ത് അങ്ങ് അർശിയുടെ തണലായിട്ടിക്കട്, അങ്ങ് സ്വർഗത്തിലായിട്ടിക്കട്, അങ്ങ് റാഹത്തിലുള്ളവരെ ഫലമ്മ വജദൂ ആ മഅകലഹും വമശ്റബഹും വഹുസ്ന മഖീലഹും, അങ്ങനെ സ്വർഗത്തിലായിട്ടുള്ള ആസ്വാദനം, അങ്ങനെ അനുഭൂതി കണ്ടപ്പോ ആ മുശഹീദായിട്ടുള്ള എൽവോ സ്വഹാബത്ത് മനസ്സിൽ നിരച്ചിറത് യാ ലൈതനാ യാ ലൈത ഇഖ്വാനനാ, ഞങ്ങളെ ചങ്ങായി മാർഗം ഇത് തെരഞ്ഞെടുക്കലാ. അങ്ങ് ഭാഗ്യവന്തന്മാർ, ഷഹീദായ അങ്ങ് ഭാഗ്യവന്തന്മാർ. എന്തേ ഈ ഞങ്ങൾ സ്വർഗത്തിലുള്ള കണിക്കത്തെ ആ പാറിപ്പറക്കട പക്ഷികളെ ബേത്തിൽ ഞങ്ങൾ സുഖ സൗകര്യത്തിലുള്ള ചെന്നിട്ടു. അങ്ങക്ക് തെരഞ്ഞെടുക്കല ഇനിയും ഞങ്ങളെ പോലുമേ അങ്ങ് യുദ്ധാക്കത്തരല്ലേ. ഇതായിട്ട് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് പിന്നെ അവിടുത്തെ സ്വഹാബത്തുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയ സമാധാനാക്കിയ കണിക്കത്തെ വിഷയ. അതുമാത്രമല്ല, എന്തൊരു ഭാഗ്യമാ, പള്ളിയില് നിസ്കരിച്ചിട്ട് തസ്ബീഹ് എടുത്തോണ്ട് പടച്ചോനെ ബിസ്മിക റബ്ബി വളയതു ജംബി, അല്ലാഹുവേ എല്ലാം മറന്നിട്ട് പെഞ്ഞായിക ഫോൺ വിളിച്ചിട്ട് മക്കളിട്ട് പലക്ക പറഞ്ഞിട്ട്, മക്കളെ നാളെ കളിബണ്ട ചെന്നിട്ട് പലക്ക പറഞ്ഞിട്ട് കടന്നു പറക്കുമ്പോ ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ പേരിൽ നാണ് പറഞ്ഞത്. ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, നന്റെ നീ മരിപ്പാട്ടിയെങ്കിൽ നക്ക് നീ അനുഗ്രഹിക്ക. അല്ലാഹ് വൈനർസൽതഹാ, നന്റെ നീന് ഹയാത്തോടെ രണ്ടാമത് നീന് സ്മേക്കണി പാട്ടിയെങ്കിൽ പടച്ചവനെ നീ നീ രക്ഷപ്പെടുത്തുക അല്ലാ, നീ സംരക്ഷിക്കുക അല്ലാ. ചൊന്നിട്ട് കിടങ്ങിന്ന ഉസ്താദേ അള്ളാഹു പിടിച്ച, അള്ളാഹുറൂടെ പിടിച്ച. പക്ഷെ ഈ ഭാഗ്യം എന്തൊരു ഭാഗ്യം കൊണ്ടുണ്ട്. മഹാനായ സക്കറിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജെറൂസലേമിന്റെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടുണ്ട്. അതിന് ഒട്ടിക്ക് മോണ് യഹിയാ. ആരായി യഹിയാ? റബ്ബി ഹബ്ലി മിൻ ലദുൻക വലിയ്യാ. പടച്ചോനെ, ജാവുടെ നിശായുടെ നിശബ്ദതയിൽ, ആ ജാവുടെ ചിമ്മൽ അല്ലാഹുവിന്റെ കേട്ടില്ലേ, ബേസൈത്ത് റബ്ബി റബ്ബി ഹബ്ലി, പടച്ചോനെ റബ്ബിനി വഹനൽ അംറു മിന്നി വഷ്തഅല റഅസു ശൈബാ. അല്ലാഹ് പടച്ചോനെ നിന്റെ താടി വളർത്തിട്ട് നിനക്കൊരു കിടാവില്ല, ഒരു കിടാവ് താ. അങ്ങനെ കൊടുത്ത് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അർത്ഥം എവിടെ? അബ്ബടെ മുന്നല്ലോ പള്ളിയിൽ വെച്ചായിട്ട് ശത്രുങ്ങ വിരോധിങ്ങ വന്നിട്ട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പള്ളിയിൽ വെച്ചിട്ട് അറുത്ത് കൊല ചെയ്യടേ. എന്നിട്ട് ആ യഹ്യാ നബിയുടെ ചാരയുമായിട്ട് റാണിയെ മുന്നിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോ റിയാസ് ഉസ്താദ് കിട്ടിയ ഭാഗ്യ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ഏതൊരു ഭാഗ്യമാ കിട്ടിയത്, അതേ ഭാഗ്യമായിട്ട് പള്ളിയിൽ വെച്ചിട്ട് ഷഹീദാവുന്ന ഭാഗ്യമാ റിയാസ് മുസ്ലിയാർക്ക് അല്ലാഹു കൊടുത്തത്. സ്വഹാബത്ത് വന്ന് കേട്ടില്ലേ, യാ റസൂലല്ലാഹ് സ്വർഗത്തിൽ നിങ്ങൾക്ക് കൂടമാ നബിയേ. ഇപ്പൊ റസൂൽ സലതാത്തില്ലേ. അപ്പൊ ജിബ്രീൽ വന്ന് ചൊന്നല്ലേ, മൻ യുതഇല്ലാഹ വറസൂലാ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്. ആര് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചത് അങ്ങോ നബിമാരെ കൂടെ,
സിദ്ദീഖീങ്ങളെ കൂടെ ഷഹീദന്മാരെ കൂടെ ചെന്നില്ലേ? ആ ഒരു ഭാഗ്യം റിയാസ് ഉസ്താദിക്ക് കിട്ടിയില്ലേ? ഇതായിട്ട് റിയാസ് ഉസ്താദ് സോത്തില്ലേ? ആ റിയാസ് ഉസ്താദിന് ആ കൊലയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഞങ്ങ സോക്കുടെ ഇത് ആൽച്ചനാക്കണോ? ഇത് ഞങ്ങൾ ആൽച്ചനാക്കണോ? ഇത് ആൽച്ചനാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങ തൗഫീഖ് തരട്ടെ. ഇതൊരു വലിയ പാഠമാവട്ടെ. മുസ്ലിമീങ്ങളെ ചതിക്കരെ എല്ലാ ചതിരെ സോപ്പാട്ടമുള്ള ശക്തിയും സാമർത്ഥ്യവും ബുദ്ധിയും വിവേകവും അല്ലാഹു ഞങ്ങൾ തന്നനുഗ്രഹിക്കട്ടെ. ഇനി ഞങ്ങൾ ಇದರ ಬಗ್ಗೆ ಬಾರಿ ಆಲೋಚನೆ ಹಾಕೋಣ. ഞങ്ങളെ ആര് സംരക്ഷിക്കുവറ്? ഞങ്ങൾ ജാവൽ കിടന്നുറങ്ങിയെങ്കിൽ ഞങ്ങളെ പെങ്ങന്മാരെ ആര് സംരക്ഷിക്കുവറ്? ഞങ്ങളെ ഉമ്മമാരെ ആര് സംരക്ഷിക്കുവറ്? ഈ സമുദായത്തെ ആര് സംരക്ഷിക്കുവറ്? ചൊല്ലൊരു ചോദ്യം റിയാസ് ഉസ്താദ് ഞങ്ങളുടെ മുന്നിൽ വെച്ചുപോയിട്ട് അള്ളാഹു അയലെ ഖബറ് വെളിച്ചമാക്കി